നമസ്കാരം. പ്രധാന വാർത്തകൾ. നിലവിൽ പൊഴി മുറിക്കാൻ അനുവദിക്കില്ല. മുതലപ്പൊഴിയിൽ അനിശ്ചിതകാല സമരം തുടരും. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ മത്സ്യത്തൊഴിലാളികളുടെ അനിശ്ചിതകാല പ്രതിഷേധ സമരം തുടരും. നിലവിലെ സാഹചര്യത്തിൽ പൊഴി മുറിക്കാൻ അനുവദിക്കില്ല. പൊഴിയിൽ നിന്ന് നീക്കിയ മണൽ അഴിമുഖത്ത് തന്നെ അടിഞ്ഞുകൂടി കിടക്കുന്നു. അത് ആദ്യം നീക്കം ചെയ്യണം. എങ്കിൽ മാത്രമേ പൊഴി മുറിക്കാൻ അനുവദിക്കൂ എന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. കൂടുതൽ എക്സ്കവേറ്ററുകൾ മണൽ നീക്കത്തിനായി എത്തിക്കണമെന്നും ആവശ്യം. മുതലപ്പൊഴിയിൽ ഇന്ന് ചേർന്ന സംയുക്ത സമരസമിതി യോഗത്തിലാണ് തീരുമാനം. ക്ഷേത്ര ഉത്സവത്തിൽ കതിന പൊട്ടിക്കുന്നതിനിടയിൽ ഗുരുതരമായി പൊള്ളലേറ്റ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. കോഴിക്കോട് കൊയിലാണ്ടി മേലൂർ കൊണ്ടം വള്ളിമീത്തൽ ഗംഗാധരൻ നായരാണ് മരിച്ചത്. 75 വയസ്സായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 15-നാണ് അപകടം നടന്നത്. മേലൂർ കൊണ്ടംവള്ളി ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി കതിന പൊട്ടിക്കുന്നതിനിടെയാണ് ഗംഗാധരന് ഗുരുതരമായി പൊള്ളലേറ്റത്. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. മസാലദോശ കഴിച്ചതിന് പിന്നാലെ 3 വയസ്സുകാരി മരിച്ചു. മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നെന്ന് സംശയം. വെണ്ടൂർ അളഗപ്പ ഗ്രൗണ്ടിന് സമീപം കല്ലൂക്കാരൻ ഹെൻറിയുടെ മകൾ ഒലിവിയാണ് മരിച്ചത്. 3 വയസ്സായിരുന്നു. ശനിയാഴ്ച വിദേശത്ത് നിന്നെത്തിയ ഹെൻറിയെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരുന്നതിനിടെ ഹെൻറിയും ഭാര്യയും അമ്മയും ഒലിവിയയും അങ്കമാലിക്ക് സമീപമുള്ള ഹോട്ടലിൽ നിന്ന് മസാലദോശ കഴിച്ചിരുന്നു. വീട്ടിലെത്തിയതോടെ ഇവർക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ടായി. ആദ്യം ഹെൻറിക്കാണ് അസ്വസ്ഥതയുണ്ടായത്. ആശുപത്രിയിലെത്തി കുത്തിവയ്പ്പെടുത്ത് മടങ്ങിയതിന് പിന്നാലെ ഭാര്യയ്ക്കും ഒലിവിക്കും അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഇരുവരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കുത്തിവയ്പ്പെടുത്ത് വീട്ടിലേക്ക് മടങ്ങി. തുടർന്ന് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ഒലിവിയെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ ഒലിവിയയുടെ ആരോഗ്യസ്ഥിതി വഷളായി. ഇതോടെ വെണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. SI ആയി വിരമിച്ച ഉദ്യോഗസ്ഥനെതിരെ പോക്സോ കേസ്. കണ്ണൂരിൽ SI ആയി വിരമിച്ച ഉദ്യോഗസ്ഥനെതിരെ പോക്സോ കേസ് ചുമത്തി. 2 ആൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ തളാപ്പ് സ്വദേശി ടി അബ്ദുൾ മജീദിനെ അറസ്റ്റ് ചെയ്തു. 1 വർഷം മുമ്പാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. തലസ്ഥാനത്ത് CPM-ൽ തലമുറ മാറ്റം. വയനാട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ 2 പുതുമുഖങ്ങൾ. തിരുവനന്തപുരത്തും വയനാട്ടിലും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചു. 5 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചത്. MLA-മാരായ CK ഹരീന്ദ്രൻ, IB സതീഷ് എന്നിവർ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെട്ടു. C ലെനിൻ, B സത്യൻ, PS ഹരികുമാർ എന്നിവരാണ് പുതുമുഖങ്ങൾ. ജയൻ ബാബു സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാകുകയും ചെയ്തു. ഞായറാഴ്ച ജില്ലാ കമ്മിറ്റി ചേർന്നാണ് പുതിയ സെക്രട്ടേറിയറ്റിനെ തെരഞ്ഞെടുത്തത്. 12 പേരാണ് സെക്രട്ടേറിയറ്റിലുള്ളത്. തിങ്കളാഴ്ച ചേർന്ന വയനാട് ജില്ലാ കമ്മിറ്റിയാണ് പുതിയ 8-അംഗ ജില്ലാ സെക്രട്ടേറിയറ്റിനെ തെരഞ്ഞെടുത്തത്. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയ മുൻ ജില്ലാ സെക്രട്ടറി P ഗഗാറിനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി. കോട്ടാത്ര ഏരിയ സെക്രട്ടറി M മധു, രുക്മിണി നുബ്രഹ്മണ്യൻ എന്നിവരാണ് സെക്രട്ടേറിയറ്റിലെ പുതുമുഖങ്ങൾ. V ഉഷാകുമാരി, മന്ത്രി OR കേളു എന്നിവർ ഒഴിവായി. K റഫീഖ്, AN പ്രഭാകരൻ, VV ബേബി, PK സുരേഷ്, PV സഹദേവൻ എന്നിവരാണ് മറ്റംഗങ്ങൾ.